അധരങ്ങളിൽ അലിയും അലിവുള്ളവൻ ആശ്വാസദായകൻ ദൈവം. ആമേൻ. അധരങ്ങളിൽ അലിയും അലിവുള്ളവൻ ആശ്വാസദായകൻ ദൈവം. ഹൃദയങ്ങളിൽ വാഴും അഖിലേശ്വരൻ മുറിവിൽ തലോടും സ്നേഹം. ആമേൻ. അധരങ്ങളിൽ അലിയും അലിവുള്ളവൻ ആശ്വാസദായകൻ ദൈവം. കർത്താവിനെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് 66 സങ്കീർത്തനം അതിൻ്റെ 13 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ ഹോമയാഗങ്ങൾ കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും, എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ചു, എൻ്റെ വായാൽ നേർന്നു. ഞാൻ ആട്ടുകൊറ്റന്മാരുടെ സൗരഭ്യവാസനയോടുകൂടെ തടിപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാഗം കഴിക്കും. ഞാൻ കാളകളെയും കോലാട്ടുകൊറ്റന്മാരെയും അർപ്പിക്കും. വചനം നമ്മളെ കേൾക്കുമ്പോൾ ഞാൻ ഹോമയാഗങ്ങളും കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും എന്ന വചനം. സ്തോത്രം ദൈവമക്കളെ, കാലുവഴുതാതെ നമ്മളെ ഇതുവരെ കാത്തു പരിപാലിച്ച് കർത്താവ് നമ്മളെ വഴി നടത്തിയത് ഒന്നോർത്താൽ. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ആ തീയിലും വെള്ളത്തിലൂടെയൊക്കെ കടന്നു പോയ സമയം എന്ന് പറഞ്ഞാൽ പ്രാണം പോകാവുന്ന സമയങ്ങളും സാഹചര്യങ്ങളുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കരവും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിച്ച് സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നെന്ന് അനുഭവിച്ച ഒരു വിശ്വാസി ആലയത്തിൽ ദൈവസന്നിധി നേർന്നതുപോലെ ആ നേർച്ച സമർപ്പിക്കും. ആമേൻ. കഷ്ടകാല സമയങ്ങളിൽ നമ്മൾ നേർന്നതാ ദൈവസന്നിധിയിൽ. ആമേൻ. അത് ആലയത്തിൽ കൊണ്ടുവന്ന് കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കട്ടെ. എൻ്റെ കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം പറയുവാൻ നീ ഇടയാക്കട്ടെ. കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സാക്ഷി പറഞ്ഞല്ലേ ഏറ്റവും വലിയ നേർച്ച. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ എന്താണ് ആലയത്തിൽ നേർന്നത്? ദൈവമക്കളെ, നേർന്നതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ആ നേർച്ച സമർപ്പിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, വലിയ ദുഃഖങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, ഭാരങ്ങളേറിയ കാലങ്ങളിൽ മനസ്സ് നൊന്ത് പിടഞ്ഞ സമയത്ത് ദൈവാലയത്തിലേക്ക് നേർന്ന നേർച്ച വഴിപാടുകൾ കർത്താവെ വിശ്വാസത്തോടെ നിന്റെ മക്കൾ ഓർക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നതായ സഭകളിൽ കൊണ്ടുപോയി ആ നേർച്ച വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഈ ശുശ്രൂഷ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സാക്ഷ്യമാണ് പറയാവുന്ന നേർന്നതെങ്കിൽ കർത്താവെ അതും മറന്നുപോയോ? കർത്താവെ സാക്ഷ്യം പറയാതെ കർത്താവെ ഇന്നും അത് ഓർക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ദൈവമായ കർത്താവെ, നിൻ്റെ മക്കൾ ഈ സമയത്ത് തന്നെ ആ നേർച്ച വഴിപാടുകളെ ഓർത്ത് എൻ്റെ കർത്താവെ അവരുടേതായ സഭകളിൽ നിന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആ നേർന്നതുപോലെ ആ സാക്ഷ്യം പറയുവാൻ, നേർന്നതുപോലെ ആലയത്തിൽ കൊടുക്കുവാൻ നിൻ്റെ മക്കളെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. പൂർവ്വപിതാക്കന്മാരും മുതൽ അപ്പോസ്തലന്മാർ വരെ ദൈവസന്നിധി നേർന്നതുപോലെ നിറവേറ്റിയിട്ടുണ്ടല്ലോ കർത്താവെ. ആ നേർച്ച വഴിപാടുകളെ കർത്താവെ ഓർക്കുവാനും അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുവാനും നിൻ്റെ മക്കളെ ദൈവം സഹായിക്കണേ. കർത്താവെ, മുടക്കം വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് നേർന്നതുപോലെ അതുപോലെ തന്നെ സമർപ്പിക്കുവാൻ എല്ലാവരെയും സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. നേർന്നത് കഴിക്കുവാൻ കർത്താവ് ഒരുക്കണമേ. അത് ദൈവത്തിൻ്റെ ആലയത്തിൽ സമർപ്പിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നടത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നല്ല സാക്ഷിയെ തീരുമാനിടയാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ സ്തോത്രം.